ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉച്ചക്കലേക്ക് നമുക്ക് ഭക്ഷണത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. കരിവേപ്പില കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിലൊരു ചമ്മന്തി ഉണ്ടാക്കാം. അതിന് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പൊട്ടിച്ചിട്ടുള്ള കരിവേപ്പിലയാണ് കേട്ടോ. അത് നല്ല വലിയ ഇലയാണ് കേട്ടോ, നല്ല കരിവേപ്പിലയാണ്. നമ്മളിവിടെ വളമൊന്നും ഇട്ട് കൊടുക്കാണ്ട് തന്നെ ഉണ്ടാക്കണ കരിവേപ്പിലയാണ്. നമ്മൾ വേനൽക്കാലത്ത് വെള്ളം ഒഴിക്കുക മാത്രമേ ഉള്ളൂ. പറമ്പിൽ ഇഷ്ടംപോലെ കരിവേപ്പിലയുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു പിടി കരിവേപ്പില, 2-3 ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് പുളി, 4 വറ്റൽമുളക് അടുപ്പിലിട്ട് ചുട്ടെടുത്തതാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ വേണം കേട്ടോ. അടുപ്പിൽ ചുട്ടെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മുളക് ഗ്യാസുമ്മ കാണിച്ച് ചുട്ടെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് കരിവേപ്പില നന്നായി കഴുകണം കേട്ടോ. രാത്രി വവ്വാലൊക്കെ ചിലപ്പോൾ കറങ്ങി നടക്കുമ്പോൾ അങ്ങനെ മൂത്രമൊക്കെ ഒഴിക്കും. അപ്പോൾ നമുക്കിത് മിക്സിയിലിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ അരച്ചെടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ ഇത് നന്നായി എന്നിട്ട് യോജിപ്പിക്കണം കേട്ടോ. ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാം. ഇന്നലെ ഇവിടെ രാത്രി സാമ്പാർ വെച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കൂട്ടാൻ വയ്ക്കേണ്ട, ചമ്മന്തി അരച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ചമ്മന്തി അരച്ചതാണ്. എല്ലാ നേരവും കുറേ വിഭവങ്ങളുണ്ടായിട്ട് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ ഒരു നേരമൊക്കെ ചമ്മന്തി കൂട്ടി കഴിക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കറിവേപ്പില കൊണ്ട് ചമ്മന്തി അരച്ചാലൊന്നും ഇഷ്ടാവില്ല കേട്ടോ. അവർ പറയും ഇത് ചാണത്തിൻ്റെ കളറുണ്ടെന്ന്. ഇവിടെ ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ്, ചെറിയ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ കറിവേപ്പിലയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. വയറ്റിലത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒക്കെ നല്ലതാണ് കറിവേപ്പില. അപ്പോൾ കറിവേപ്പില ഇഷ്ടമുള്ളവരൊക്കെ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കി തന്നെ ഭക്ഷണത്തിന് വേറെ ഒന്നും വേണ്ട, ചോറ് കഴിക്കാൻ നല്ല സ്വാദാണ് ഈ ചമ്മന്തി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.